ചികിത്സാരേഖകൾ വ്യാജമാണെന്ന ആരോപണം തെളിയിക്കാൻ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ വെല്ലുവിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ ചികിത്സാരേഖകൾ പരിശോധിക്കാൻ MV ഗോവിന്ദൻ തയ്യാറാകണം. പിണറായി സർക്കാരിന്റെ ഒടുക്കത്തിന്റെ തുടക്കമാണെന്നും ഇനിയും ശക്തമായ സമരങ്ങൾ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുമെന്നും രാഹുൽ പറഞ്ഞു. തന്റെ ചികിത്സാരേഖകൾ വ്യാജമാണെന്ന ആരോപണങ്ങളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ആരോപണങ്ങൾക്ക് രൂക്ഷഭാഷയിലാണ് മറുപടി. കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ വ്യാജമാണെന്ന് തെളിയിക്കാൻ MV ഗോവിന്ദനെ രാഹുൽ വെല്ലുവിളിച്ചു. തന്നെ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ രേഖകൾ പരിശോധിക്കാൻ MV ഗോവിന്ദനെ രാഹുൽ ക്ഷണിച്ചു. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പോയി അവിടുത്തെ ചികിത്സാ രേഖകൾ അദ്ദേഹത്തിന് നേരിട്ട് പരിശോധിക്കാം. ഡിസ്ചാർജ് സമ്മറി മാത്രമാക്കേണ്ട. ഞാൻ സ്വീകരിച്ചിട്ടുള്ള മരുന്നുകൾ എന്തൊക്കെയാണ്, ഞാൻ എത്ര ദിവസം അവിടെ അഡ്മിറ്റ് ആയിരുന്നു, ഇനി ഞാൻ അവിടെ കിടന്നിട്ട് തന്നെ ഉണ്ടോ, അതിനകത്ത് സംശയമുണ്ടെങ്കിൽ CCTV ഫൂട്ടേജ് അടക്കം ശ്രീ MV ഗോവിന്ദന് കൊടുക്കുവാൻ ഞാൻ കൂടി ആ ആശുപത്രി അധികൃതരോട് റിക്വസ്റ്റ് ചെയ്യാം. അതേസമയം പോലീസ് നടപടികളിൽ സമരം തുടരാനാണ് തീരുമാനം. കേസുകളിൽ ഭയന്നു പിന്മാറില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന് ദുശാസനന്റെ ജീനാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. ആധുനിക ദുശാസനൻ എന്നല്ല, ദുശാസനന്റെ ജീൻ തന്നെയാണ് പിണറായി വിജയന്റെ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. പിണറായി സർക്കാരിന്റെ ഒടുക്കത്തിന്റെ തുടക്കം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. നവകേരള സദസ്സ് ഓഡിറ്റ് ചെയ്യാനാണ് തീരുമാനം. അടുത്ത ദിവസം ചേരുന്ന സംസ്ഥാന കമ്മിറ്റി തുടർ സമര പരിപാടികൾക്ക് രൂപം നൽകും. സാംസ്കാരിക പ്രവർത്തകരെ അണിനിരത്തി പോലീസ് നടപടിക്കെതിരെ പ്രതിരോധ സദസ്സ് ഉൾപ്പെടെ സംഘടിപ്പിക്കാനാണ് ആലോചിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.